ചെന്താമര അറസ്റ്റിലാകുന്നതോടുകൂടി ഇവിടുത്തെ ഒരു വലിയ ആശങ്ക കൂടി ഒഴിയുകയാണ്. ചെന്താമരയുടെ ഭീഷണി നേരിട്ടിരുന്ന പുഷ്പ ചേച്ചി നമുക്കൊപ്പം ഉണ്ട്. ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു ആശ്വാസമില്ലേ? എന്ത് ആശ്വാസമാണെന്നാ പറയുന്നത്? നീ കൊല്ലണം എന്നല്ല, അയാൾ ഉള്ളിൽ കയറിയിട്ടും പറയണില്ല കൊല്ലുന്നുണ്ട്, നീ കൊല്ലണം. ഇതേപോലെ തന്നെ സഹിച്ചേച്ചിനെ കൊല്ലുമ്പോഴും ഇതേ തന്നെ പറഞ്ഞത്, നീ ഇറങ്ങിയ ഞാൻ കൊല്ലുന്നു. പറക്കിയിലും പിന്നെ അടറും പോയില്ല. നീ ഇറങ്ങിയ എന്താ പറയും, നീ പോകും. നീ 3 പേരാണ്, അവളുടെ ഭാര്യ. ഇപ്പം പറയുന്ന ആൾക്കാർ രാവിലെ ഭാര്യ, അഞ്ചു, മകള്, ഞാനും 3 ആള്. എണ്ണത്തിന് നീ 3 ആളുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോ അയാളുടെ എന്താ പറയുക? മന്ത്രവാദം കൂടാത്ര എന്നൊക്കെയാണ് അയാളുടെ ഒരു അതിൽ പറഞ്ഞല്ലോ ഇതില്. അതേ തന്നെയാണ്. ഇപ്പോഴും നിങ്ങളുടെ ഒരു ഭയം വിട്ടുമാറുന്നില്ല? ഭയം വിട്ടു. കുട്ടി സ്കൂളിൽ പോകുന്ന വീട്ടിൽ പോണില്ല എന്നാ പറയും. ഇന്നലെ ഈ പ്രതിയെ പിടിച്ചപ്പോൾ അറിഞ്ഞിരുന്നു ഈ ഭാഗത്ത് തന്നെ പിടിച്ചു അറിഞ്ഞു. ഞങ്ങളൊക്കെ എണീറ്റ് നോക്കുമ്പോഴേക്കും പോലീസുകാരെ കൂടെ കൊടുത്തത്. അവര് വീട്ടിലാണ് വെച്ച് പിടിച്ചിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വന്നാണ് അയാളുടെ വീട്ടിലേക്ക്. ഇവരുണ്ടല്ലോ ഇവിടെ. കഴിഞ്ഞ കൊലപാതകം നടത്തിയപ്പോഴും ഇതേ രീതിയാണ്. കഴിഞ്ഞ കൊലപാതകവും ഇതേപോലെയാണ് ചെയ്തത്. ഈ ചേച്ചി ശനിയാഴ്ച മരിച്ചു, ഞായറാഴ്ച അടക്കം ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതേപോലെ കിട്ടി. അതുപോലെ വന്നു അയാൾ പിടിച്ചവര്. അതേപോലെ തന്നെ എനിക്കത് ഉറപ്പായിരുന്നു ഇന്നലെ കിട്ടുക. എങ്ങനെയായാലും രാത്രി ആകുമ്പോൾ കിട്ടുന്നു. അതുപോലെ കിട്ടി. 11 മണിയാകുമ്പോഴേക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് പിടിച്ചില്ലേ. അപ്പം അയാൾ നീ രണ്ടെണ്ണത്തിനും കൂടി വക വരുത്തിയിട്ട് പോകണം എന്നാണ് ഞാൻ വിചാരിച്ചു എന്നാ പറയുന്നത്. ഇനി ചെന്താമരയെ ജയിലിൽ നിന്ന് പുറത്തിറക്കരുത്, അങ്ങനെ ഒരു ആവശ്യമുണ്ട്. നീ ഒരിക്കലും ഞങ്ങളുടെ കണ്ണിൽ കാണരുത്, അയാളെ ഇറക്കരുത്. അതേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവരോടും പറയാൻ. ആദ്യത്തെ കേസിന്റെ വിചാരണ നടപടികളിൽ പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ലല്ലോ. രണ്ടാമതാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. അപ്പം അത് തുടങ്ങുമ്പോഴേക്ക് ഇപ്പം ഇതായില്ലേ. അയാൾ എന്താ പറയുന്നത്? എത്ര കൊല ചെയ്താലും ഒരേ ശിക്ഷയല്ലേ. പിന്നെ എനിക്കെന്താണ്, എന്തുകൊണ്ട് ചെയ്തുകൂടാന്നാണ് അയാളുടെ ചോദ്യം. അപ്പം അതിനു മുന്നേ ഇവരും അത് ഇതാക്കി വിടുകയല്ലേ. ജാമ്യം കൊടുത്ത് വിട്ടപ്പോൾ 2 എണ്ണം പഴയ കൊച്ചുങ്ങൾ 2 പേരും അമ്മയും അപ്പനില്ല അനാദികളായ ഒരച്ഛമ്മയാണ് പറഞ്ഞിട്ട് അവർക്ക് വീട്ടിലേക്ക് വരാനുണ്ട്. ഇപ്പം വീട് അനാദിയായോ? വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ വരാൻ പറ്റുമോ? ആരാ ഉള്ളത്? എല്ലാവരും നഷ്ടപ്പെട്ടു. പറയും. പിള്ളേർ 2 പേരും, ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തു, ഒരു കുട്ടിയുണ്ട്. അത് അച്ഛൻ പറഞ്ഞ ജീവനാണ് അമ്മ പോയ ശേഷം. അച്ഛനെ നഷ്ടപ്പെട്ട ഇപ്പം ആരിത് എത്ര നികത്തിയിട്ട് എന്ത് ചെയ്യും? പറയും. ഈ കാണുന്നതാണ് ചെന്താമരയുടെ വീട്. തൊട്ടപ്പുറത്ത് തന്നെ, അതായത് നേരെ എതിർവശത്താണ് ഈ പുഷ്പ ചേച്ചിയുടെ വീട്. ആ രീതിയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ അറസ്റ്റ് ഉണ്ടായെങ്കിലും അവർക്ക് ഇപ്പോഴും ആശങ്കകളുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഇയാൾ ഈ കൊലപാതകം നടത്തി, അതിനുശേഷം ജാമ്യത്തിലിറങ്ങി, വീണ്ടും 2 കൊലപാതകം നടത്തി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നാട്ടിലെ ആളുകൾ ആവശ്യപ്പെടുന്നത് ചെന്താമരയെ ജയിലിലിട്ട് തന്നെ വിചാരണ നടപടികൾ പൂർത്തീകരിക്കണം. അതാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ PS വേണുവിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.